എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ സൗഹൃദങ്ങളെ കുറിച്ചാണ്. അത് പഴയ കാര്യമാണ്, പക്ഷെ പറയാതെ പോകാൻ വയ്യ. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ്, സാറിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, ഞാൻ പറയും എൻ്റെ സൗഹൃദങ്ങളാണ് എൻ്റെ ശക്തി, എൻ്റെ കൂട്ടുകാരായ എൻ്റെ ശക്തി. പക്ഷെ അങ്ങനെയുള്ള ഞാൻ ഇന്ന് സ്കൂളുകളും കോളേജുകളും നടന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് തന്നെ നിങ്ങളോടും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ ശ്രദ്ധിക്കണമെന്നാണ്. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. സത്യം അങ്ങനെ പറയാൻ ഇഷ്ടമുണ്ടായിട്ട് പറയുന്നതല്ല, അങ്ങനെ പറയേണ്ടി വരുന്നത് ഞങ്ങളുടെ ഗതികേടാണ്. പക്ഷെ അങ്ങനെ പറയിപ്പിക്കുന്നത് ഞങ്ങളുടെ അനുഭവങ്ങളാണ്. ഒരിക്കലൊരു ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇവിടെ ഞങ്ങൾക്ക് 2 ക്ലാസ് വേണമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ചോദിച്ചു, അവിടെ വലിയൊരു ഹോളൊക്കെ അല്ലേ, എല്ലാവർക്കും കൂടി ഒറ്റ ക്ലാസ് പോരെ? വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ്, കുട്ടികൾ കുറവാണ്. ഞാൻ ചോദിച്ചു, എല്ലാവർക്കും കൂടി ഒരു ഒറ്റ ക്ലാസ് പോരെ? ഇങ്ങനെ കുറേ നേരം സംസാരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ചോദിച്ചത്. പ്രിൻസിപ്പൾ പറഞ്ഞു, സാറേ അത് എല്ലാവർക്കും കൂടി ഒറ്റ ക്ലാസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾ 2 എണ്ണം വേണമെന്ന് പറഞ്ഞു. അത് ഇവിടുത്തെ പെൺകുട്ടികൾക്ക് മാത്രമാണ് സാറേ. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? സാറേ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇന്നലെ ഇവിടെ ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് 2 പാക്കറ്റ് ഹാൻഡ്സ് പിടിച്ചു. പ്രിൻസിപ്പൾ ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവൻ ആദ്യം തന്നെ പറഞ്ഞെന്താണെന്നറിയോ, സാറേ ഇത് എൻ്റെ അടുത്ത് മാത്രമല്ല, ഇവിടെ വേറെ ആൾക്കാരുടെ അടുത്തുണ്ട്. വിശദമായിട്ട് ചോദിച്ചപ്പോൾ അവൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള വേറെ 3 ആൺകുട്ടികളുടെ പേരും കൂടി പറഞ്ഞു. സാറേ ഞങ്ങൾ 4 ആളും കൂടി ചേർന്നിട്ട് ഇന്ന് രാവിലെ 10 പാക്കറ്റ് സ്കൂളിൻ്റെ മുന്നിൽ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. സത്യം അയാളെ ഞങ്ങൾ പിന്നീട് പൊക്കിയിട്ടാണ്. ഈ 10 പാക്കറ്റ് വാങ്ങിയിരുന്നു, എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ടായിരുന്നത്, അത് രാവിലെ തന്നെ ടീച്ചർ ഗതികേടിന് പൊക്കിപ്പോയി. ഇനി എൻ്റെ ക്ലാസ്സിലുള്ള 3 ആളെ പേരും പറഞ്ഞു, ഇന്ന ആൾക്കാരുടെ അടുത്ത് ബാക്കിയുള്ളതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ നേരെ PTA പ്രസിഡന്റിനെ വിളിച്ചു. നിങ്ങളൊരു 3-4 പാരൻസിനെയും കൂട്ടിയിട്ട് വരും, കുട്ടികളെ ബാഗൊന്ന് പരിശോധിക്കാനാണ്. PTA പ്രസിഡന്റ് തൊട്ട മുന്നിലൊരു കട നടത്തുന്ന ഒരാളാണ്. അയാൾ അപ്പം തന്നെ 3-4 പാരൻസിനെ കൂട്ടി സ്കൂളിലേക്ക് വന്നു. ഇവരെല്ലാവരും കൂടി ഈ ക്ലാസ്സിലേക്ക് അങ്ങ് ചെന്നു. മൊത്തം കുട്ടികളെ പുറത്തേക്ക് ഇറക്കി. ആദ്യം ഈ പയ്യൻ പറഞ്ഞ 3 കുട്ടികളെ വിളിച്ചു, 3 പയ്യന്മാരെ വിളിച്ചിട്ട് അവരുടെ കീശയും ബാഗും ഒക്കെ തപ്പി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ക്ലാസ് ടീച്ചർ പറഞ്ഞു, നമ്മൾ എന്തായാലും ഇത്രത്തോളം ആളുള്ളതല്ലേ പരിശോധിക്കാൻ, എല്ലാവരും ബാഗ് അങ്ങ് പരിശോധിക്കുക സാറേ, പെട്ടെന്ന് കഴിയുമല്ലോ. എല്ലാവരും കൂടി ചേർന്നാണ്ട് ബാഗ് അങ്ങ് പരിശോധിക്കാൻ തുടങ്ങി. 2 പെൺകുട്ടികളുടെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് 8 പാക്കറ്റ് ഹാൻഡ്സ് കിട്ടി. അപ്പം തന്നെ ചോദിച്ചു അവരോട്, നിങ്ങളിത് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല സാറേ. നിങ്ങൾ വാങ്ങിയതാണോ? അല്ല. ഇത് പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും വാങ്ങി കൊടുക്കുകയാണോ? അല്ല സാറേ. ഇത് പിന്നെ ആരതാണ്? നേരത്തെ ഈ പയ്യൻ പറഞ്ഞ അതേ 3 ആൺകുട്ടികളുടെ പേര് ഈ പെൺകുട്ടികളും പറഞ്ഞു, സാറേ അത് ഇന്ന ആൾക്കാരതാ സാറേ. അപ്പോൾ നിങ്ങളിതെന്തായാലും ഉപയോഗിക്കുന്നില്ല, ഇത് നിങ്ങൾ വാങ്ങിയതല്ല, ഇത് നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടേതല്ല. പിന്നെ ഇത് എന്തിനാണ് വാങ്ങി ബാഗിൽ വെച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ 2 പെൺകുട്ടികളും പറഞ്ഞു ഒരൊറ്റ മറുപടിയാണ്, സാർ അത് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് സാറേ. അപ്പോൾ പിന്നെ എനിക്ക് ചോദിക്കാലോ, ആരാണ് ഫ്രണ്ട്? എന്താണ് സൗഹൃദം? രക്ഷിതാക്കൾ അറിയാതെ, ടീച്ചേഴ്സ് അറിയാതെ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ കൊണ്ടുതരുന്ന, സാറേ ഓൻ്റെ ചങ്കാണ് സാറേ, ഓളിൻ്റെ ബെസ്റ്റിയാണ് സാറേ. സത്യം വാക്കുകളൊക്കെ കാലത്തിനനുസരിച്ച് മാറി മാറി വരുന്നുണ്ട്. ഇന്ന് നമ്മൾ 4 കൂട്ടുകാർ കൂടി ചേർന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറയാൻ എന്താണെന്നറിയോ? ഇത് എൻ്റെ അച്ഛനോടും അമ്മേനോടും പറയില്ലോ? ഇല്ല, ഞാനും പറയില്ല. അപ്പോൾ പിന്നെ ആരും അറിയില്ലല്ലോ. ഇതാണ് നമ്മളെപ്പോഴും വഴിതെറ്റിക്കുന്നത്. നമ്മളോട് പലരും നമ്മുടെ കൂട്ടുകാർ പറയാറുണ്ട്, ഈ വെറുതെ എൻ്റെ അച്ഛനും അമ്മേനോടൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉപ്പയും അമ്മയും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ എന്താ നല്ലത് നടക്കാനില്ല, ഒന്നുമില്ല. അവരറിയാതെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ സത്യം അത് നമ്മുടെ ദോഷത്തിനുള്ളത് തന്നെ, ഒരു സംശയം വേണ്ട. ഇവിടെയും ഈ കൂട്ടുകാർ, ഈ പെൺകുട്ടികളും പറഞ്ഞു ഫ്രണ്ട്സാണ് സാറേ. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ചങ്കായാലും ബെസ്റ്റ് ആയാലും സുഹൃത്തായാലും ഫ്രണ്ടായാലും എല്ലാത്തിനും അടിസ്ഥാനമായിട്ടൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ, നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളാണോ നിങ്ങളുടെ ഫ്രണ്ട് എന്ന് മാത്രം ആലോചിക്കുക. ഇനി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെയൊക്കെ പ്രണയത്തെക്കുറിച്ചാണ്. സത്യം പറയാതെ പോകാൻ വയ്യാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളോടായിട്ട് നിങ്ങൾ എന്തായാലും പറയും വേണം. ഈ അടുത്ത കാലത്ത് നമ്മൾ പിടിച്ചെടുക്കുന്ന ഏത് കേസുകളിൽ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരുത്തനെ പിടിക്കുമ്പോഴും അവരുടെയൊക്കെ ഫോണിൽ കാണാറുണ്ട് നിങ്ങളെ പോലുള്ള സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളുടെ ഫോട്ടോസ്. സങ്കടം തോന്നാറുണ്ട് പലപ്പോഴും. കുറച്ച് മുമ്പ് ഒരു പയ്യനെ പിടിച്ചു, 22 വയസ്സാണ്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ, സാറേ ഒരു പയ്യനുണ്ട് നമ്മുടെ നാട്ടിൽ, അവൻ ചെന്നൈയിൽ ചായപ്പീടിയിൽ ചായ അടിക്കാൻ നിൽക്കണ പണിയാണ്. പക്ഷേ സാറേ ചെന്നൈയിൽ ചായപ്പീടിയിൽ നിൽക്കണവൻ ആഴ്ചയിൽ 2 ദിവസം നാട്ടിൽ വരുന്നുണ്ട് സാറേ. ഈ വരുന്ന സമയത്തൊക്കെ നാട്ടിലുള്ള പിള്ളേർ മുഴുവൻ കാറിലും ബൈക്കിലൊക്കെ ആയിട്ട് ഇവനെ കാണാനും വരുന്നുണ്ട്. ചായപ്പീടിയിൽ നിൽക്കുന്നവർ തന്നെ ആഴ്ചയ്ക്ക് 2 ദിവസം വരണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവണമല്ലോ. അതാണ് അയാളുടെ സംശയം. ഞങ്ങളും നേരെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ സംഭവം കറക്റ്റാണ്, ഇവൻ ഡ്രഗ്സിൻ്റെ ഡീലിങ്സ് ഉണ്ട്. അവസാനം ഇവൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാറുള്ള ഒരു പയ്യനെ ഞങ്ങൾ കുറച്ച് സാധനമായിട്ട് പിടിച്ചു. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇന്ന ആളെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങാറുണ്ടെന്ന് പറഞ്ഞു. അവസാനം അവനെ വെച്ചിട്ട് ഇവനെ വരുത്തി ഞങ്ങൾ.
പക്ഷേ ആളെ ഞങ്ങൾ പുലർച്ചെ 5 മണിയോടുകൂടി അവൻ്റെ വീടൊക്കെ വളഞ്ഞ് നമ്മൾ ആളെ പൊക്കുകയും ചെയ്തു. അവൻ്റെ ഭാഗ്യമാണോ ഞങ്ങളുടെ നിർഭാഗ്യമാണോ എന്നറിയില്ല. ആളെ മാത്രമേ കിട്ടിയുള്ളൂ, സാധനമൊന്നും കിട്ടിയില്ല. പക്ഷേ അവനെ പിടിക്കണതിൻ്റെ കൂടെ നമുക്കൊരു സാധനം കൂടി കിട്ടി, അവൻ്റെ ഫോണ്. സത്യം പറയാലോ, ഇന്ന് ഏതൊരാളുടെയും മനസ്സിൽ സൂക്ഷിക്കുന്ന രഹസ്യങ്ങളെക്കാൾ കൂടുതലുള്ളൊരു സാധനമാണ് നമ്മുടെയൊക്കെ ഫോണെന്ന് പറയുന്നത്. ഡിലീറ്റ് ചെയ്തതും മായ്ച്ച് കളഞ്ഞതും ഒക്കെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഊറി ഊറി വരും. എക്സ്പേർട്ടായിട്ടുള്ള ഒരാളെടുത്ത് കിട്ടിയാൽ പൊടി തട്ടിയെടുത്താൽ പുറത്തേക്ക് വരാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവൻ്റെ ഫോണ് നമ്മളെടുത്തു. ആദ്യം തന്നെ നമുക്ക് ഇപ്പം നമ്മളത്രയും വലിയ എക്സ്പേർട്ടൊന്നും അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നൊരു 3-4 കാര്യമുണ്ട്. ഒന്ന് ഗാലറി നോക്കും, വാട്സപ്പ് നോക്കും, മെസ്സഞ്ചർ നോക്കും, ഇൻസ്റ്റ നോക്കും, അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജസും. ആദ്യം തന്നെ ഗാലറി ഓപ്പൺ ചെയ്തു. ഗാലറി അങ്ങോട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ 22 വയസ്സിൻ്റെ ഇടയിൽ ആ ചെക്കൻ ചെയ്യാത്ത വൃത്തികേടുകളില്ല. പയ്യൻ ചെയ്യാതെ കാര്യം കണ്ട സ്ത്രീകളുമായിട്ടുള്ള പലതരത്തിലുള്ള ഫോട്ടോസ് വീഡിയോസും എല്ലാം ഉണ്ട്. അതുമാത്രമല്ല, അവൻ ഉപയോഗിക്കാത്ത മയക്കുമരുന്നുകളില്ല. പലതിൻ്റെയും ഫോട്ടോസ് ഉണ്ട്, ഉപയോഗിക്കുന്ന കയ്യിൽ പിടിച്ചിട്ടുള്ളതും പലതരത്തിലുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ ഉണ്ട്. ഗാലറി അങ്ങ് ക്ലോസ് ചെയ്ത് വാട്സപ്പ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തപ്പോൾ വാട്സപ്പിൽ മുകളിൽ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നമ്പർ. സേവ് ചെയ്ത് എന്താണെന്നറിയോ? ലവ് എന്നാണ് സേവ് ചെയ്തേക്കുന്നത്. നേരെ വാട്സപ്പിൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ടാണ്. തുറന്ന് നോക്കിയപ്പം അതിൻ്റെ ചാറ്റ് എന്താണെന്നുള്ളത് നിങ്ങളോട് പറയുന്നില്ല, സത്യം പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒന്നങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം പലതരത്തിലുള്ള ഫോട്ടോസ്, അവർ തമ്മിലുള്ള കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, പലതരത്തിലുള്ള ഫോട്ടോസ്. ഇതെല്ലാം കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സത്യം പറയാലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഏതൊരാളെ നമ്മൾ പിടിക്കുന്ന സമയത്തും അവരുടെയൊക്കെ ഫോണിലുണ്ട് പലതരത്തിലുള്ള കുട്ടികളുടെ, സുന്ദരിയായിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോസ്. എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, സൗഹൃദമായാലും പ്രണയമായാലും ഒക്കെ ഞങ്ങൾക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഏത് തരക്കാരനാണ് അല്ലെങ്കിൽ ഏത് തരക്കാരിയാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ രക്ഷിതാക്കളും കൂടിയാണ്. ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന സത്യത്തിൽ അവരാണ്. അത് വേറെ കാര്യം. നഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ. സത്യം എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലും നമ്മളിലേക്ക് നമുക്ക് ഏതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ നമ്മുടെ കുടുംബമാണെങ്കിലും ഉപ്പയും ഉമ്മയും വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. സങ്കടം വരാറുണ്ട്. ഒരിക്കൽ ഒരു ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എൻ്റെ മോക്കൊരു അഫയർ ഉണ്ട്. സത്യം പറയാലോ, ഞാൻ പടച്ചോനെ വിളിച്ചു. കാര്യം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വിളിച്ചാൽ തന്നെ പോകാൻ പറ്റണില്ല. അതിൻ്റെ കൂടെ ഈ പ്രേമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എവിടെയൊക്കെ പോകേണ്ടി വരും? ഞാൻ അപ്പം തന്നെ ചോദിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? എന്താ ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ? ജാതി മതമൊക്കെ വേറെയാണോ? സാർ എൻ്റെ കുട്ടി ആരെ കല്യാണം കഴിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഏത് ജാതിയായാലും ഏത് മതമായാലും. ഞാൻ ചോദിച്ചു അതെന്താ പിന്നെ? സാറേ ഞാനും എൻ്റെ ഭാര്യയും കല്യാണം കഴിച്ച് പ്രേമിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ആ പ്രശ്നം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? അവന് ജോലി ഇല്ലാത്തതാണോ നിങ്ങളെ പ്രശ്നം? സാറേ ഒരു കാര്യം കൂടി, സാറേ അവന് ജോലി ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴും ഞാൻ ചോദിച്ചു അതെന്താന്ന്? സാറേ ഞാനായിട്ടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും എൻ്റെ കാരണന്മാരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്വത്ത് എനിക്കുണ്ട്. എനിക്കൊരൊറ്റ മോള്, ഇവള് മാത്രമേ ഉള്ളൂ. മോനോ മോളായിട്ട് ആ കൂടെ ഒന്നേ ഉള്ളൂ. ഇതിൻ്റെ പാതി വിറ്റാൽ പോലും അവർക്ക് ആയുഷ്കാലത്തേക്കുള്ള സാധനം അതിൽ കിട്ടും സാറേ. ഞാൻ ചോദിച്ചു പിന്നെ ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? നിങ്ങളെ പ്രശ്നം എന്താണെന്ന് പറയും. അയാൾ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ വാട്സപ്പിൽ ഒരു ഫോട്ടോയും അഡ്രസ്സും അയച്ചിട്ടുണ്ട്, സാർ ആളെ പറ്റി ഒന്ന് അന്വേഷിക്കുക സാറേ, ഞങ്ങളെ നാളെ വിളിക്കാം. അത് പറഞ്ഞ് അയാൾ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ ആളെ എവിടെയോ കണ്ടിക്കണമല്ലോ. അഡ്രസ്സ് നോക്കിയപ്പോൾ കൺഫേം, ഞാൻ തന്നെ പിടിച്ചിട്ടുണ്ട് കഞ്ചാവായിട്ട്. നേരെ ഞങ്ങൾ എക്സൈസ് ഓഫീസിലേക്ക് വിളിച്ചു. ഞാൻ ഈ നമ്മുടെ വനിതാ ജീവനക്കാരിൻ്റെ കമ്പ്യൂട്ടറിൽ ഇത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ എക്സൈസിൻ്റെ പേരിൽ എക്സൈസിൽ എത്ര കേസുണ്ട് ഇവനൊന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഞങ്ങളുടെ ഇതിൽ തന്നെ 4 കേസുണ്ട്. ഒക്കെ 4 ചെറിയ ചെറിയ കേസുകളാണ്. അപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തക പറഞ്ഞു, സാറേ പോലീസിലൊന്ന് അന്വേഷിക്കണം സാറേ. എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അവർക്ക് കാര്യം അറിയില്ല, സാറിന് എന്താ ആവശ്യമെന്ന് എനിക്കറിയില്ല. എന്നാലും പോലീസിൽ ഇവനെ പറ്റിയിട്ട് പോലീസിൽ നിന്ന് ഇങ്ങനെ 2 മാസം മുമ്പ് ഇങ്ങനെ ഓഫീസിലേക്ക് വിളിച്ച് അന്വേഷിച്ചിരുന്നു, ഇങ്ങനെ ആളെ പേരിൽ കേസുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അവിടെ എന്തോ ഒരു കേസുണ്ട്, സംശയമുണ്ട് സാറേ. ഞാൻ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചപ്പോൾ സംഭവം സത്യമാണ്. 1.5 കിലോ കഞ്ചാവായിട്ട് പിടിച്ചിട്ട് ഉള്ളിൽ കിടന്നിട്ട് ജാമ്യം കിട്ടാതെ റിമാൻഡ് പോയിട്ടുള്ള ആളാണ്. ഞാൻ ഈ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അതിൻ്റെ ക്രൈം നമ്പറും പിടിച്ച കേസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ഓഫീസിലുള്ള ക്രൈം രജിസ്റ്ററിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ രജിസ്റ്ററുകൾ ഉണ്ടാവുമല്ലോ, കേസുമായിട്ട് വന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അതൊക്കെ അയച്ചു വാങ്ങി. ഞാൻ അതിന് ശേഷം ഞാൻ ഈ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ ഫോൺ എടുത്തുകൊണ്ട് എന്നോട് ചോദിച്ചു, സാറിന് ആളെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായി സാർ, എനിക്ക് വേണ്ടി ഒറ്റ കാര്യം ചെയ്താൽ മതി. സാറിന് ആളെപ്പറ്റി മനസ്സിലായിട്ടുള്ള കാര്യം അതിൻ്റെ മോക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി സാർ. എന്തൊക്കെ പറഞ്ഞാലും തീർത്തും ന്യായമായിട്ടൊരാവശ്യം.
ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് രാത്രി തന്നെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി. അയാൾ പണി കഴിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് വീട്ടിൽ പോയി. ഒറ്റ മോളാണ്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, മോളുണ്ട്. ഞങ്ങൾ നാലാളും കൂടി ഇരുന്നിട്ട് ഈ മോക്ക് ഇത് മുഴുവൻ കാണിച്ചു കൊടുത്തു. എൻ്റെ കയ്യിൽ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നതും കേസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു അരമണിക്കൂറോളം ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ച. ആ അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി എന്നോട് ചോദിച്ചെന്താണെന്നറിയോ, സാറേ നിങ്ങൾക്ക് വേറെ കാര്യമൊന്നുമില്ലേ സാറേ, ഇതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉള്ളതല്ലേ? സത്യത്തിൽ തെറ്റുപറ്റിയത് അവൾക്കല്ല, എനിക്കാണ്. കാര്യം ഞാൻ മനസ്സിലാക്കണമായിരുന്നു അവൾ ഇതിന് അഡിക്റ്റഡ് ആണ് എന്നുള്ളത്. ഈ പയ്യൻ പ്രേമം തുടങ്ങി ആദ്യം തന്നെ ചെയ്തത് ഇവക്കിത് കൊടുത്തുകൊണ്ട് ഇവളിതിന് അഡിക്റ്റഡ് ആക്കുക എന്നുള്ളതാണ്. ഇവളിതിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളെടുത്ത് പോയിട്ട് ഞാനിങ്ങനെ വേദവാക്യം പറയേണ്ട എന്താ കാര്യം? അത് മനസ്സിലാക്കാതെ പോയതാണ് എൻ്റെ തെറ്റെന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കൽ കൂടി പറയുന്നു, സൗഹൃദമായാലും പ്രണയമായാലും ഒന്നും ഞങ്ങളൊന്നിനെതിരൊന്നുമല്ല. പക്ഷേ നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഏത് തരക്കാരനാണ് ഏത് തരക്കാരിയാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഒപ്പം അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ രക്ഷിതാക്കളും. സത്യം പറയാലോ, ഇഷ്ടം പോലെ രക്ഷിതാക്കൾ നമ്മളെ വിളിക്കാറുണ്ട്. പക്ഷേ എല്ലാ അമ്മമാരും അച്ഛന്മാരും മക്കൾ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ മുഴുവൻ പറഞ്ഞ് കരഞ്ഞ് അവസാനം ഞങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെൻ്റെ കുട്ടീനൊന്നും ചെയ്യരുത് കേട്ടോ സാറേ. അതെല്ലാ അമ്മമാരും അങ്ങനെ. കാര്യം ഞങ്ങൾ കാക്കിയിടുന്നവരാണ്. എൻ്റെ മകനെ അവരെന്തെങ്കിലും ചെയ്യുമോ എന്നൊരു പേടി എല്ലാ അമ്മയ്ക്കും അച്ഛനും ഉണ്ട്. സത്യം. അതുകൊണ്ട് തന്നെ ഒന്ന് മനസ്സിലാക്കുക, നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമാണ്, അനുഭവിക്കേണ്ടി വരുന്ന രക്ഷിതാക്കളും. ഇനി എനിക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്നത്തെ കാലത്ത് നമ്മുടെ കൂട്ടുകാരാണെങ്കിലും മറ്റുള്ളവരൊക്കെ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ളൊരു സാധ്യത വളരെ അധികമാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ഇഷ്ടംപോലെ വാർത്തകൾ വായിച്ചല്ലോ അക്രമങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതിൽ പലതിനും മയക്കുമരുന്നിൻ്റെ സാന്നിധ്യമുണ്ട്. സത്യമല്ലേ? ഈ അടുത്ത കാലത്ത് കുറേ എണ്ണം വായിച്ചു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ കേസുകൾ മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ആക്രമിച്ചതാണോ? അല്ല. കുറച്ച് മുമ്പ് പല കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി കുറച്ചിങ്ങോട്ട് എത്തി വയലൻ്റ് ആവുന്ന സൈക്കിക് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതിന് ശേഷമാണ്. അപ്പം നമുക്ക് തുടക്കത്തിൽ പാളി. സത്യം ചോദിക്കാലോ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ലഹരി വസ്തു നിങ്ങളുടെ രക്ഷിതാക്കൾ പിടിച്ചു, എന്തൊക്കെ നടക്കും? ആദ്യം 4 അടിയല്ലേ, ബാക്കി ചോദ്യം പറച്ചിലൊക്കെ പിന്നെയുള്ളൂ. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ അനിയനോ അനിയത്തിയോ ആരെങ്കിലും ഒരാൾ, നിങ്ങളുടെ സ്വന്തത്തിലുള്ള ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? രക്ഷിക്കാൻ നോക്കും. എങ്ങനെ? എന്തൊക്കെ ചെയ്യും? സത്യം പറയട്ടെ, എന്തു ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. നിങ്ങളാണെങ്കിൽ എന്തൊക്കെ ചെയ്യും? വീട്ടിലറിയിക്കും. ഓക്കെ. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കും. ഉപദേശം നമുക്ക് ഇഷ്ടമല്ലെങ്കിലും കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? അത് ഭയങ്കരമാണ്. പിന്നെ കേൾക്കാൻ നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ കൊടുക്കാൻ നമുക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ വന്നോളും. ഓക്കെ. പിന്നെ വേറെ എന്ത് ചെയ്യും? ഇനി നിങ്ങളുടെ രക്ഷിതാക്കളാണെങ്കിൽ എന്തൊക്കെ ചെയ്യും? അടിക്കും, ചീത്ത പറയും, ഇങ്ങനെ ഉപദേശങ്ങളുണ്ടാവും. പിന്നെ എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കും, ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. ഇതൊന്നും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യും? ഇനി ബാക്കിൽ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളും കൂടി ഉണ്ടല്ലോ, നിങ്ങളാണെങ്കിൽ എന്തൊക്കെ ചെയ്യും? ഈ പറഞ്ഞൊന്നും അല്ലാതെ എന്തെങ്കിലും ചെയ്യുമോ? സ്കൂളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ ഏതാന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഓക്കെ. പിന്നെ എവിടുന്ന് കിട്ടിയതെന്ന് ചോദിക്കും. കിട്ടിയതെന്ന് ചിലപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സൈസിലോ പോലീസിലോ ആർക്കെങ്കിലും അറിയിച്ചു വരും. ഓക്കെ. പിന്നെ ഇതൊന്നും അല്ലാണ്ട് വേറെ എന്തെങ്കിലും? സത്യം പറയട്ടെ, ഒരു കുട്ടി ലഹരി വസ്തു ഉപയോഗിച്ചു എന്നറിഞ്ഞാൽ ഒരു രക്ഷിതാവ് എന്തു ചെയ്യണോ അതാരും ചെയ്യുന്നില്ല, എന്തു ചെയ്യരുതോ അതെല്ലാവരും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ശാപവും. ഞാനത് പറയാനുള്ളൊരു കാരണം, ലോകാരോഗ്യ സംഘടന പോലും ഡിക്ലെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്, ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരസുഖമാണ്.
അസുഖത്തിന് എന്താ വേണ്ടേ? ചികിത്സ. ചികിത്സ എങ്ങനെയാണ് കൊടുക്കണ്ടേ? സ്നേഹത്തോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നൽകേണ്ട സാധനമാണ് ചികിത്സ, അല്ലേ? അതിന് പകരം ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? 4 അടിയാണ്. സത്യം ചോദിക്കട്ടെ, 4 അടി കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ എന്തു പറയും? വാശി കൂടും. എന്താ പറയുക? നിങ്ങൾ എന്താച്ചാ ചെയ്തോളി എന്ന് പറയൂലേ, അല്ലേ? നമ്മുടെ മക്കളതാ പറയാം, നിങ്ങൾ എന്താച്ചാ ചെയ്തോളി, കണ്ടേ കൂട്ടിക്കോളി, പറഞ്ഞാൽ കേൾക്കൂല. ഇപ്പോൾ ഒട്ടുമിക്ക പേരൻസും നമ്മളെ വിളിക്കുന്നത് എന്തിനാണെന്നറിയോ? സാറേ നിങ്ങൾ എങ്ങനെയെങ്കിലും ഓനെ അല്ലെങ്കിൽ ഓളെ ഒന്ന് ആസ്പത്രിയിൽ എത്തിച്ചേരണം സാറേ, ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കണില്ല, നിങ്ങളെ കാക്കിയൊക്കെ കണ്ടാൽ ഒരു പേടിച്ചിട്ട് വന്നോളൂ. ഒട്ടുമിക്ക പേരൻസും നമ്മളെ വിളിക്കുന്നത് അതിനാണ്. ഈ തുടക്കത്തിൽ തന്നെ ഈ ഒരു ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ സത്യം പറയാലോ, തുടക്കത്തിലാണെങ്കിൽ ഒരു 4-5 കൗൺസിലിങ്ങിൽ തീരേണ്ട ഒരു അസുഖമാണ്. സാറേ കൗൺസിലിങ്ങാ? 4 ആൾ അറിഞ്ഞാൽ മോശമല്ലേ? എൻ്റെ കുട്ടീൻ്റെ ഭാവി എന്താവും? തറവാട്ടിന് ചീത്തപ്പേരല്ലേ? ഈ ഒരു ചിന്തയാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ശാപം. തുടക്കത്തിലാണെങ്കിൽ ഒരു 4-5 കൗൺസിലിങ്ങിൽ തീരേണ്ട സാധനം അത് ആ സമയത്ത് ചെയ്യില്ല. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ട് നടന്ന് നമ്മളറിയാതെ കുട്ടി ഇത് ഉപയോഗിക്കുന്നതൊക്കെ അങ്ങോട്ട് എത്തി അവസാനം കുട്ടി സൈക്കിക് ആവുന്ന, വയലൻ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നട്ടപ്പാതിരിക്ക് വിളിക്കും, എക്സസൈസിലേക്ക്. എന്നൊക്കെ വിളിക്കും എത്രയോ പേര്, സാറേ രക്ഷിക്കണം സാറേ. നമുക്കെന്താ പറയാൻ പറ്റുക? എത്ര പേരൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം, നമുക്ക് നിങ്ങളെ കുട്ടീനെ കുതിരട്ടത്തേക്ക് കൊണ്ടുപോകാമെന്ന്. വയലൻ്റ് ആവുന്ന, സൈക്കിക് ആവുന്ന ആളെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? മാനസിക രോഗാശുപത്രിയിൽ കൊണ്ടുപോകും. ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് അവിടെയുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് ഇതാണ്, ഇതൊരു അസുഖമായിട്ട് കാണുക. സാധാരണ നമ്മുടെ കുട്ടിക്ക് ഒരു പനി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോയി നോക്കും, തലയിൽ നെറ്റിയിൽ കൈവച്ച് നോക്കും, ഇനി തുണിയൊക്കെ നനച്ച് ഇടും. ഇങ്ങനെയുള്ള ഉറക്കം നമുക്ക് ഉറക്കം ഉണ്ടാകാറില്ല. അതേ ഒരു രീതി തന്നെ ഇതിലേക്കും കാണണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഞാനിത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആരെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു അസുഖമാണ് അമ്മ, അല്ലെങ്കിൽ അസുഖമാണ് ഉപ്പ, അത് ആ രീതിയിൽ കാണണമെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതിനു വേണ്ടിയിട്ടാണ്. ഇനി ഒന്നും കൂടി പറയുന്നു, ഈ ലഹരി വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിയമം മോശമാണെന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ട്. വെറുതെ കേട്ടോ. ഈ ഒരു രാസലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു നിയമം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നിയമമാണ്. സത്യം, വളരെ കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും ജാമ്യം കിട്ടാതെ ഉള്ളിൽ കിടക്കും. ഇനി ഒരു കാര്യം കൂടി, പലപ്പോഴും നിങ്ങൾക്കൊക്കെ പറ്റുന്നൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ചെറിയ മക്കളാണ്, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചൊന്നും മുതിർന്നൊരു സമയമുണ്ടല്ലോ, ഹയർ സ്റ്റഡീസിൻ്റെ ഒരു സമയം. ഹയർ സ്റ്റഡീസിൻ്റെ സമയം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ബാംഗ്ലൂർ പഠിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ എവിടേക്ക് പഠിക്കുന്നു. ഒരിക്കലും നിങ്ങൾ നാട്ടിലേക്ക് വരാൻ നേരത്ത് നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, ഈ അങ്ങട്ടാ? അപ്പോൾ അവൾ പറയും നാട്ടിൽ പോവാണ്. അടാ ഈ പോവല്ലേ, എന്തായാലും ഈ മരുന്നൊന്ന് വിട്ടു കൊടുക്കുമോ? ഞാൻ വിളിച്ച് പറഞ്ഞോളൂ, അവർ വന്ന് വാങ്ങിക്കോളും. നിങ്ങളെന്ത് ചെയ്യും? വാങ്ങും, സംശയമൊന്നുമില്ല. കാര്യം നമ്മൾ നാട്ടിൽ പോവുകയാണ്, അവളുടെ വീട്ടുകാർ വന്നിട്ട് വാങ്ങാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ മടിക്കണേ? സത്യമാണ്. അപ്പോൾ നമ്മൾ വാങ്ങി കയ്യിൽ വെക്കുകയും ചെയ്യും. ഇനി ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ട് ഒരു അനുഭവം ഞാൻ പറയാം. ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുന്ന ഒരു പെൺകുട്ടി നാട്ടിലേക്ക് വരുന്നു. അവളുടെ ഒരു ഫ്രണ്ട്, ആൺകുട്ടിയാണ്, അവളുടെ ഫ്രണ്ടാണ്, വെറും ഫ്രണ്ട് മാത്രം, ബോയ് ഫ്രണ്ടാണ്. ഫ്രണ്ട് വന്നിട്ട് ഇവിടെ അടുത്ത് എന്തായാലും പോകല്ലേ, തോന്നാണ്ട് നാട്ടിൽ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ വന്ന് വാങ്ങിക്കോളും വീട്ടുകാർ അവിടെ വന്ന് ബസ് സ്റ്റാൻഡിൽ, നീ അവിടെ സ്റ്റാൻഡിൽ എത്തുമ്പോഴത്തേക്ക് അവർ വന്നോളും വാങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ വാങ്ങിയ ബാഗിൽ വെക്കുകയും ചെയ്തു. ബസ് നമ്മൾ ബോർഡർ കിടക്കുന്ന സമയത്ത് ചെക്ക് പോസ്റ്റിൽ വെച്ച് പരിശോധിക്കുന്നു. ഞാനില്ല, നമ്മുടെ സാറന്മാർ എക്സൈസുകാരാണ് പരിശോധിക്കുന്നത്. CI ഉണ്ട്, പാർട്ടി പരിശോധിക്കുന്ന സമയത്ത് ബസ് കയറിയിട്ട് പരിശോധിക്കുന്ന സമയത്ത് ഈ കുട്ടി ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. അവളുടെ ബാഗ് പരിശോധിച്ച് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നോക്കിയപ്പോൾ അവളുടെ കയ്യിലൊരു ഹാൻഡ് ബാഗ് ഉണ്ട്, ചെറിയ ഫോണിൻ്റെക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള ടൈപ്പ് ഒരു ബാഗ്. തുറന്ന് നോക്കിയപ്പോൾ ഫോണുണ്ട്, കൂടാതെ ചെറിയൊരു പാക്കറ്റ്, ഈ പയ്യൻ കൊടുത്ത പാക്കറ്റ്. ഇതെന്താ മോളെ? അത് മരുന്നാണ് സാറേ, ഒരു ഫ്രണ്ട് തന്ന. അതിൻ്റെ ഉള്ളിലെന്താന്ന് എനിക്കറിയില്ല സാറേ, ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ തന്നെ പാക്കറ്റ് തന്ന. ഇത് ആരാ തന്ന്? എൻ്റെ കൂടെയുള്ളൊരു ഫ്രണ്ട്. അവനെന്താ പറഞ്ഞേ? അത് അവൻ ബസ് സ്റ്റാൻഡിൽ അവൻ്റെ വീട്ടുകാർ വരും, മരുന്നാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ. സാർ അപ്പം തന്നെ ഒരു ബ്ലേഡ് എടുത്ത് സാധനം പൊളിച്ചു നോക്കി. നമ്മൾ പൊതുവേ എക്സൈസുകാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും കണ്ണ് സംശയ കണ്ണാണല്ലോ എപ്പോഴും. ആരും കാണുമ്പോൾ നമുക്കൊരു കണ്ണുണ്ട്, അത് വെച്ചിട്ട് നമ്മളെല്ലാവരും നോക്കുക, അത് വേറെ കാര്യം. സാറ് പൊളിച്ചപ്പോൾ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സാറേ അത് ഇനി അത് കൊടുക്കുമ്പോൾ അവരെന്തെങ്കിലും വിചാരിക്കില്ലേ സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സാറിൻ്റെ ഊഹം തെറ്റിയില്ല, ഉള്ളിൽ രാസലഹരി ആയിരുന്നു. ചെറിയ പാക്കറ്റാണ്, അതുകൊണ്ട് തന്നെ കുട്ടിക്ക് സംശയം തോന്നിയില്ല, വളരെ കുറഞ്ഞ പാക്കറ്റാണല്ലോ എന്നും കരുതി മരുന്ന് തന്നെ ആവും. പക്ഷെ ഉള്ളിൽ രാസലഹരി ആയിരുന്നു. ഈ കുട്ടിയോട് സാറിനെ പറഞ്ഞു, മോളെ ഇത് ഇന്ന സാധനമാണ്, ഈ ഉള്ളിൽ കിടക്കാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞു. കുട്ടി അങ്ങോട്ട് കരയാൻ തുടങ്ങി. ആ സമയത്താണ് സാറിൻ്റെ കയ്യിലുള്ള ഇവളുടെ ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഫോൺ റിങ് ചെയ്യണേ.
സാറ് ഫോൺ എടുത്തപ്പോൾ ഒരു പയ്യൻ്റെ പേര് കണ്ടു. ഇതാരാന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, സാറേ അവനാണ് എനിക്കിത് തന്നത്. സാർ എടുത്ത വഴിക്ക് അവളോട് പറഞ്ഞു, മോളെ ഈ പേടിക്കണ്ട, നിന്നെ കേസിന് ഒഴിവാക്കാൻ പറ്റും, ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമില്ല. ഇത് ആരതാണ് എന്താണെന്ന് ശരിക്കും കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റും, ചെയ്യാൻ പറ്റാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നീ നോർമലായിട്ട് ആളോട് സംസാരിക്കാനൊക്കെ പറഞ്ഞു. ഒന്നും സംഭവിച്ച പോലെ ഒന്നും പറയണ്ട, അവൻ ചോദിക്കുന്നതിന് അതേ രീതിയിൽ മറുപടി പറയുക എന്നൊക്കെ പറഞ്ഞു. ഇവൾ നേരെ ഫോൺ ഓൺ ചെയ്തു, ഫോൺ അറ്റൻഡ് ചെയ്തു. നേരെ സ്പീക്കർ ഫോൺ ഓൺ ആക്കിയിട്ട് ഇവൾ ആദ്യം തന്നെ ആ പയ്യൻ ചോദിച്ചത്, എടാ നീ എവിടെ എത്തിയെന്നാണ്. അപ്പോൾ ഇവൾ സ്ഥലം പറഞ്ഞു, ഇതാ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ പേടിക്കണ്ട, ബസ് സ്റ്റാൻഡിൽ നീ എത്തുമ്പോഴേക്ക് തന്നെ എൻ്റെ ഫ്രണ്ട് അവിടെ വരും. നേരത്തെ പറഞ്ഞത് എൻ്റെ വീട്ടുകാർ വരുന്നതാണ്, ഇപ്പോൾ വിളമ്പം പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് വരും, അവനത് വാങ്ങി കൊണ്ടുപോയിക്കോളും. അപ്പോൾ നേരെ അവൻ വീട്ടിൽ കൊടുത്തോളും. ഇനി വീട്ടുകാരെ വരാൻ വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമില്ല, അവൻ അവിടെ തന്നെയുള്ള പയ്യനാണ്. ഞാൻ അവൻ്റെ നമ്പർ നിനക്ക് അയച്ചിട്ടുണ്ട്, അവന് നിൻ്റെ നമ്പർ കൊടുത്തിട്ട് അവൻ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, കംപ്ലീറ്റ് കഴിഞ്ഞു. അവസാനം ഈ പെൺകുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാൻ വേണ്ടി വന്ന ആളെ നമ്മൾ പൊക്കി, അവൻ വഴി ഇത് കൊടുത്തയച്ച ആളെ നമ്മൾ പൊക്കി. അന്ന് ആ പെൺകുട്ടീനെ കേസിൽ നിന്ന് ഒഴിവാക്കി. സത്യം നിയമപ്രകാരം ആ പെൺകുട്ടി 1-ാം പ്രതിയാണ്. നിയമപ്രകാരം അവിടെ മാനുഷിക പരിഗണനയൊന്നും ചില സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് കൈയോടുകൂടി മനസ്സിലായതുകൊണ്ട് മാത്രം. ഇനി ഒന്നും കൂടെ പറയുന്നു, നിങ്ങൾ മുതിർന്ന കൂട്ടുകാരായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നിങ്ങളിപ്പോൾ 4 ആളും കൂടി ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ കൂടെയുള്ള ഏതെങ്കിലും 2 കുട്ടികൾ എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, നിങ്ങളുടെ സൈഡിൽ ഇരിക്കുന്നുള്ളൂ, ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, എനിക്കെന്താ എന്നുള്ളൊരു ധൈര്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ? നമുക്കെന്തോ അവരുപയോഗിക്കുന്നുണ്ട്, എനിക്കെന്താ. പക്ഷെ നിങ്ങൾ 4 പേര് ഇരിക്കുന്ന സമയത്ത് ഞാൻ എക്സൈസുകാരൻ വരുന്നു, നിങ്ങൾ 4 ആളെയും പൊക്കുന്നു, 4 ആളുടെ പേരിലും കേസാണ്. എനിക്കതിൽ റോളില്ല, ഞാനത് ഉപയോഗിച്ചിട്ടില്ല, എനിക്കതിലൊരു പങ്കുമില്ല എന്ന് തെളിയിക്കേണ്ടത് ആരോ ഉത്തരവാദിത്വമാണ്? നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിന് സമയം എവിടെയാണ്? കേസ് കോടതിയിൽ എത്തുമ്പോഴാണ്. അതുവരെ നിങ്ങൾ ആരാ? പ്രതിയാണ്. അതെവിടേക്ക് എത്തും? പേപ്പറിലും നാടൊട്ടുക്ക് അറിയുകയും ചെയ്യും. സംഭവം മനസ്സിലല്ലോ? നിയമത്തിൻ്റെ ചില വഴികളാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ലോകത്തേക്ക്, ലഹരി വസ്തുക്കളുടെ ലോകത്തേക്ക് എത്തുമ്പോൾ നിയമത്തിൽ പെട്ടുകഴിഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നവും. നാളെ നമ്മളെക്കുറിച്ച് നാട്ടുകാരെന്ത് ചിന്തിക്കും, എന്നെക്കുറിച്ച് എൻ്റെ വീട്ടുകാരെന്ത് ചിന്തിക്കും? ഇപ്പോൾ ഒരു 4-5 മാസം മുമ്പ് പരപ്പനങ്ങാടിയിൽ നിന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളാരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞങ്ങളായിരുന്നു ചെയ്തേ. ഇപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ പരപ്പനങ്ങാടി ഓഫീസിൽ നടന്ന ഒരു സംഭവം. ഒരു പയ്യനെ നമ്മൾ പൊക്കി കേസുമായിട്ട്. സത്യം സിന്തറ്റിക് ഡ്രഗ്സുമായിട്ടാണ് പിടിച്ച്. പൊലച്ചൊരു 2:30-3 മണി സമയത്ത് ആളെ പൊക്കി ഓഫീസ് കൊണ്ടുവന്നു. ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി ഇവനെ സെല്ലിലിട്ടു, ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. സെല്ലിലിടുമ്പോൾ സത്യം നമ്മൾ ഡ്രസ്സൊക്കെ കഴിച്ച് വെച്ചിട്ടാണ് കിടത്തുക. കാരണം ഷർട്ടും മുണ്ടൊക്കെ കഴിക്കും, ഷെഡി മാത്രം ഇടിപ്പിച്ചിട്ട് കിടത്തുക. നമുക്ക് വേറെ നിവൃത്തിയില്ല. കാരണം ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ട് തൂങ്ങുക, എവിടെയെങ്കിലും കെട്ടിപ്പിടിച്ച് തൂങ്ങുക, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മൾ പെട്ടു. പിന്നത്തേക്ക് ഇവൻ സെല്ലിൽ കിടക്കുന്നു, നമ്മുടെ ആളുകൾ പുറത്ത് അവനെ നോക്കിക്കൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ഉറങ്ങന്നെയാണ്. എന്നാലും നമുക്ക് അവൻ പോകരുത് എന്നുള്ളൊരു രക്ഷപ്പെടാനും പാടില്ലല്ലോ. ഞങ്ങളകത്തും കിടക്കുന്നുണ്ട്. രാവിലെ ഒരു 7 മണി ആയപ്പോൾ ഞങ്ങൾ നീറ്റ് 2 പേരെ അവിടെ ഇരുത്തി. ഞങ്ങൾ 2 പേര് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു അമ്മയും മകളും കൂടി കയറി വരുന്നുണ്ട്. 2 പേരും കരയുന്നുണ്ട്. അമ്മ ശരിക്കും നല്ല രീതിയിൽ കരയുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്? അവർ പറഞ്ഞു ഇന്ന ആളുടെ അമ്മയാണ് സാറേ, അവനൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ, ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ ചേച്ചിയാണ് സാറേ. അവരൊരു ടീച്ചറാണ്, പ്രൈവറ്റ് സ്കൂളിൽ ഒരു ടീച്ചറാണ്, ചെറിയ സ്കൂളിൽ. ഈ 2 പേരും ഡോർ അങ്ങോട്ട് കടന്ന് കയറുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ വേണ്ടില്ലേനിന്ന്. കാര്യം ആ കുട്ടി ആ സെല്ലിൻ്റെ ഉള്ളിൽ വെറും നിലത്ത് ഷെഡിട്ട് മാത്രമായിട്ട് കിടന്നുറങ്ങുന്നതിനിപ്പോൾ എത്ര പറഞ്ഞാലും ഒരമ്മയ്ക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുള്ളൂ? 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് തിരിയുമ്പോഴേക്കും ഞാൻ കാണുന്നത് വാഴ വെട്ടിയിട്ട പോലെ ഒരൊറ്റ വീഴ്ചയാണ്. അമ്മ നിലത്ത് അവിടെ ഒരു ഇരുത്തമാണ്. കാര്യം അമ്മ കാണുന്നത് ഒരു എക്സൈസ് ഓഫീസിൽ വെറും നിലത്ത് ഒരു മകൻ ചുമരക്കിലേക്ക് തല തിരിച്ചിട്ട് മുഖം തിരിച്ച് അങ്ങോട്ട് ചിരിഞ്ഞ് കിടന്നുറങ്ങുന്നതാണ്. വെറും നിലത്താണ്. വീട്ടിൽ പട്ടുമത്തേ കിടന്നുറങ്ങുന്ന തൻ്റെ മോനെ ഒരു എക്സൈസ് ഓഫീസിന് വെറും നിലത്ത് കൊതുകടിയും കൊണ്ട് കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ ഏതൊരമ്മയ്ക്കും സഹിക്കൂല. വാവേന്ന് വിളിച്ചും കൊണ്ടാണ് ആ അമ്മ കരഞ്ഞ്. ഈ കരച്ചിൽ കേട്ടിട്ടാണ് ഈ പയ്യൻ തല ചരിച്ച് നോക്കുന്നത്. കാണുന്നത് ഉമ്മയും പെങ്ങളെയുമാണ്. പെട്ടെന്ന് അവൻ ചാടി എണീറ്റിട്ട് അമ്മാന്ന് വിളിച്ചും കണ്ട് വന്ന് കെട്ടിയാണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് 2 കൈയും പുറത്തേക്ക് ഇട്ടു സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ. ഇവനപ്പോൾ അവൻ്റെ ഡ്രസ്സിനെ കുറിച്ചൊന്നും അവൻ ആലോചിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഡ്രസ്സ് നമ്മളടുത്ത് പുറത്താണല്ലോ ഉള്ളത്. ഇവൻ നേരെ 2 കൈയും പുറത്തേക്ക് കണ്ടിട്ട് അമ്മാന്ന് വിളിച്ചും കണ്ട് വന്നതിൽ അമ്മ എഴുന്നേറ്റ് ഇരുന്നോടന്ന് പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പാഞ്ഞ് വന്ന ഒരൊറ്റ അടിയാണ് അഴീൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട്. ദേഷ്യം കൊണ്ടല്ല, സങ്കടം കൊണ്ടാണ്.
പിന്നെ കെട്ടിപ്പിടിച്ച് കരച്ചിലും പദം പറച്ചിലും അന്നേ പറഞ്ഞതല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞ് കരഞ്ഞ് ഒരു അരമണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അല്ല സാർ എനിക്ക് നിങ്ങളെ സാറിനെ ഒന്ന് കാണണം. ആരെ? അല്ല, കേസെടുത്ത സാറിനെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, സാറ് വരണമെങ്കിൽ ഒരു 11-11:30 ആവും. ഇനി കോടതിയിൽ പോകാൻ നേരത്തെ വരുള്ളൂ. കാര്യം രാത്രി ഉറങ്ങിയിട്ടില്ല, സാറ് ഇപ്പോൾ രാവിലെ പോയിട്ടുള്ളൂ. അത് സാറിൽ സാറേ ഞങ്ങളിവിടെ നിന്നോളാമെന്ന് പറഞ്ഞു. അവർ നേരെ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ വരാന്തയിൽ ഒരു ബെഞ്ചുണ്ട്, അതിലിരിക്കുന്നുണ്ട്. ഇരിക്കുകയെന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിവിൽ സ്റ്റേഷനാണ്, മറ്റു പല ഓഫീസുകളുണ്ടാകും. ഈ ഓഫീസുകളിലേക്കൊക്കെ 10 മണിയായാലും ജീവനക്കാർ വരും. പിന്നെ നാട്ടുകാർ വരാൻ തുടങ്ങും. വരുന്നവർ മുഴുവൻ ഇവരെ കണ്ടിട്ട് ഇടയ്ക്ക് ഓരോട് പോയി ചോദിക്കും, ഇതെന്തെങ്കിലും ഇവിടെ കരയണേ? ചിലർ നമ്മളടുത്ത് വന്ന് ചോദിക്കും, ഇതെന്താ കാര്യം? അപ്പോൾ ഇത് എല്ലാവർക്കും വരുന്നവരുടെ മുന്നിൽ മുഴുവൻ ഇവരൊരു കാഴ്ച വസ്തു ആണെന്ന് ആവുകയാണെന്ന് തോന്നിയപ്പോൾ നമ്മൾ അവരെ വിളിച്ച് അകത്തേക്ക് ഇരുത്തി. അവസാനം സാറ് വന്നു. സാറുമായിട്ട് കണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ അമ്മേനോട് ചോദിച്ചു, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. സാറ് അമ്മ എടുത്ത വഴിക്ക് പറഞ്ഞത്, സാറേ നിങ്ങൾ ഓന് ജാമ്യം കൊടുക്കൂലേ, ഓനെ കൂട്ടിപ്പോകാനാണ് ഞങ്ങൾ കാത്തു നിന്നത് സാറേ. സാർ അപ്പം തന്നെ അമ്മേനോട് ചോദിച്ചു, അല്ല നിങ്ങൾ വക്കീലിനൊന്നും കണ്ടില്ലേന്നാണ്. അപ്പം പെങ്ങളാണ് പിന്നെ മറുപടി പറഞ്ഞത്, സാറേ വക്കീലിനെ ഞങ്ങൾ പോയി കണ്ടതാണ്. ഇന്നലെ രാത്രി തന്നെ നിങ്ങൾ വിളിച്ച് പൊലച്ച സമയത്ത് വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പരിചയത്തിലുള്ളൊരു വക്കീലിനെ വിളിച്ചതാണ്. അപ്പോൾ ആ വക്കീലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വക്കീൽ ഇവിടെ രാവിലെ വിളിച്ചിരുന്നു തോന്നുന്നു. രാവിലെ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ CI ഒന്ന് പോയി കണ്ടു നോക്കാൻ പറഞ്ഞു, സാറിനെ കണ്ടു നോക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തു വയ്ക്ക് നമ്മുടെ സാറും പറഞ്ഞു, വക്കീലിനെ അറിയാം ജാമ്യം കിട്ടൂല എന്ന്. അതുകൊണ്ടാണ് ഈ അമ്മേനോടും മോളോടും പറഞ്ഞു, എന്ത് നിങ്ങളൊന്ന് സാറിനൊന്ന് പോയി കണ്ട് പറഞ്ഞു നോക്കുക, എന്തെങ്കിലും നടന്നാലോ എന്ന രീതിയിൽ വെറുതെ സാറിൻ്റെ അടുത്തൊന്ന് പറഞ്ഞയച്ചതാണ്. സാറ് പറഞ്ഞു, നിങ്ങളെ മോന് ജാമ്യം കിട്ടണമെങ്കിൽ ചുരുങ്ങിയതൊരു 4-5 മാസമെങ്കിലും കഴിയാതെ അവൻ പുറത്തിറങ്ങൂല. ഇത് കേട്ട ഉടനെ ആ അമ്മയുടെ തൊട്ടപ്പുറത്തിരുന്ന പെങ്ങള്, അതായത് ഇവൻ്റെ പെങ്ങള് ഭയങ്കര ദേഷ്യത്തിൽ ഒരു ഉറഞ്ഞ തുള്ളിമാരി ഇങ്ങോട്ട് എഴുന്നേൽക്കാനാണ്. എഴുന്നേൽക്കുമ്പോൾ കാലിൻ്റെ ഇവിടെയൊക്കെ തട്ടി ഇരുന്ന കസേരയെ കണ്ട് ബാക്കോട്ട് മറിഞ്ഞു വീണു. എന്നിട്ട് സാറിൻ്റെ മുഖത്തേക്ക് കണ്ട് ചൂണ്ടിയിട്ട്, സാറേ ഞാൻ ഓനായിട്ട് സംസാരിച്ചത് ഞങ്ങൾ വരുന്നതിന് മുമ്പേ. ഓൻ പറഞ്ഞത് ഓൻ്റെ കയ്യിൽ നിന്ന് ഒരിത്തിരി സാധനം കിട്ടിയിട്ടുള്ളൂ എന്നാ. നിങ്ങൾ അത് കൂട്ടി വെച്ചിട്ട് ഓൻ ഉള്ളിലിടാനുള്ള പരിപാടിയാണോ? ഇവളുടെ ഈ ഒരു നീക്കലും പറച്ചിലെല്ലാം കൂടി കേട്ടപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടി വാങ്ങി വന്നു. നമുക്കാണെങ്കിൽ പിടിക്കാനും പറ്റുമല്ലോ, ഞങ്ങൾ ആണുങ്ങളല്ലേ, ഒരു 2 പെണ്ണുങ്ങളാണ്. അപ്പോൾ നമ്മുടെ വനിതാ ജീവനക്കാരോട് ചെന്ന് അപ്പോൾ സാറ് പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു, നമ്മളോട് പുറത്ത് തന്നെ നിൽക്കാൻ പറഞ്ഞു. നമ്മളവിടെ തന്നെ നിന്നു. സാറ് പറയേണ്ട നമുക്ക് കയറാനും പറ്റുമല്ലോ. സാറ് വളരെ കൂളായിട്ട് തന്നെയാണ് അവരോട് പറഞ്ഞത്. ആ മോളോട് ആദ്യം തന്നെ പറഞ്ഞു, മോളെ സംഭവം ശരിയാണ്, എനിക്ക് മനസ്സിലാവും അനിയനോടുള്ള സ്നേഹം. എനിക്കൊരനിയുണ്ട്. സാറ് പറഞ്ഞ ഡയലോഗ് അത് തന്നെ, എനിക്കൊരനിയുണ്ട്. പക്ഷെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നമ്മുടെ നിയമം ഒന്ന് അറിയണം. എന്ത് പറയുന്നതിന് മുമ്പും നമ്മുടെ നിയമം ഒന്ന് അറിയണം. ബാക്കി പറഞ്ഞത് അമ്മേനോടാ. അമ്മങ്ങളെ മോൻ്റെ അടുത്ത് നിന്ന് പിടിച്ചത് സിന്തറ്റിക് ഡ്രഗ്സാണ്. ഇത്ര ക്വാണ്ടിറ്റിയെ പിടിച്ചിട്ടുള്ളൂ, സത്യമാണ്. പക്ഷെ ആ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് പോലും അവന് ജാമ്യം കിട്ടില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്, കുറഞ്ഞ അളവ് മതി. നേരെ ഈ അമ്മ ഈ മകളെ കൈ പിടിച്ച് വലിച്ച് താഴ്ത്തി അവിടെ അങ്ങോട്ട് ഇരുത്തി, കസേര നിർത്തി വെച്ചിട്ട്. പിന്നെ അമ്മ പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. അമ്മ പറഞ്ഞ എന്താണെന്നറിയോ? സാറേ അടുത്ത മാസം 6-ാം തീയതി ഇതിൻ്റെ കല്യാണമാണ് സാറേ. കല്യാണം കഴിക്കാൻ പോണവൻ്റെ വീട്ടുകാർ ഇവളെ അനിയൻ ഇങ്ങനത്തെ ഒരുത്തനാണെന്ന് അറിഞ്ഞാൽ ഇനി ആ കല്യാണം നടക്കുമോ സാറേ? ഇവർക്കൊരു അനിയത്തിയുണ്ട് സാറേ, കോളേജ് പഠിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇതൊന്ന് പിടിച്ചു കഴിഞ്ഞ് പേപ്പറിൽ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് നാടോട്ടൊക്കെ പാട്ടായാൽ പിന്നെ ഓളെങ്ങനെയാണ് സാറേ കോളേജിൽ പോവുക? ഞങ്ങളെങ്ങനെയാണ് സാറേ പുറത്തിറങ്ങി നടക്കുക? കുടുംബം ഒന്നായിട്ട് ചാവുകയല്ലേ സാറേ നല്ലത്? ഇതും ചോദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ ഒരു മകളുടെ കൈ പിടിച്ച് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരമ്മയുടെ മുഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഒരു കാര്യം കൂടി പറയുന്നു, ആ കല്യാണം നടന്നില്ല. അതോടൊപ്പം ഒന്നും കൂടി ചേർക്കുന്നു, ആ അമ്മയും 2 കുട്ടികളും ഇന്ന് ആ വീട്ടിലില്ല. ആ വീട് വിറ്റ് നാട് വിട്ട് അവർക്ക് പോകേണ്ടി വന്നു. നാട്ടുകാരെ ഭയന്നു, നാട്ടുകാരുടെ കുത്തുവാക്കുകൾ ഭയന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, ലഹരി വസ്തുക്കൾ അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആരുടെ കയ്യിലുള്ളതാണെങ്കിലും അടുത്ത് നമ്മളുണ്ടെങ്കിൽ പോലും അത് നമ്മളെയും ബാധിക്കുമെന്ന് മറന്നു പോകാതിരിക്കുക. അതിനെതിരെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് നാളെ നിങ്ങളെയും ബാധിക്കുമെന്നുള്ളൊരു ചിന്തയും കൂടി നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളത്. ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്, ഇഷ്ടംപോലെ. മുമ്പൊക്കെ ആണെങ്കിൽ ഭാര്യമാർ മാത്രമാണ് വിളിക്കുക. എന്തിന്? ഭർത്താക്കന്മാരുടെ മദ്യപയോഗം കൊണ്ട് പൊറുതിമുട്ടിയ ഭാര്യമാർ. എന്തിനാണ് വിളിക്കണേ? സാറെ രക്ഷിക്കണം സാറേ, അതുതന്നെയാണ് ആവശ്യം. ആരുന്നാ രക്ഷിക്കണ്ടേ? ഭർത്താക്കന്മാരെന്ന് രക്ഷിക്കണം. സത്യം, ഇന്നും ഉണ്ട് കേട്ടോ അങ്ങനത്തെ വിളികൾ, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനേക്കാളും 100 ഇരട്ടി വിളികൾ വേറെയാ. ആരാ വിളിക്കണേ? അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി. എന്തിനാ വിളിക്കണേ? ആവശ്യം ഒന്നേ ഉള്ളൂ, പഴയ തന്നെയാണ്, രക്ഷിക്കണം സാറേ. പക്ഷെ ആരെയാ രക്ഷിക്കണ്ടേ എന്നൊരു ചോദ്യത്തിൻ്റെ മറുപടി
ഇടക്കാലത്ത് ഒന്ന് മാറിയിരുന്നു. അന്ന് വിളിച്ചിരുന്നവരൊക്കെ പറഞ്ഞത്, സാറേ എൻ്റെ കുട്ടിയെ രക്ഷിക്കണം സാറേ എന്നായിരുന്നു. എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ ലഹരി വസ്തുക്കളുടെ ലോകത്ത് നിന്ന് രക്ഷിക്കണം സാറേ, അതായിരുന്നു അവരുടെ ആവശ്യം അന്ന്. ഇന്നിപ്പോൾ വിളികളുടെ എണ്ണം വീണ്ടും കൂടി. വിളിക്കുന്നത് അവരൊക്കെ തന്നെയാണ്, അമ്മയും അച്ഛനും ചേട്ടനും ചേച്ചിയും ഒക്കെ തന്നെയാണ്. ആവശ്യവും പഴയ തന്നെയാണ്, രക്ഷിക്കണം സാറേ. പക്ഷേ ആരെയാ രക്ഷിക്കേണ്ടതെന്നൊരു ചോദ്യത്തിൻ്റെ മറുപടി മാത്രം ഇന്ന് വീണ്ടും മാറിയിട്ടുണ്ട്. ഇന്ന് വിളിക്കുന്നവർ മുഴുവൻ പറയുന്നത്, സാറേ ഞങ്ങളെ രക്ഷിക്കണം സാറേ എന്നാണ്. ആരുന്നാ രക്ഷിക്കണ്ടേ? ഞങ്ങളുടെ മക്കളിൽ നിന്ന്, സ്വന്തം മക്കളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് കരയുന്ന രക്ഷിതാക്കളുടെ നാടായിട്ട് നമ്മുടെ ഈ ഒരു കൊച്ചു നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഇതൊന്നും എന്നെ ബാധിക്കാത്ത പ്രശ്നമാണ്, എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇനിയും ഇത്തരം ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ തെളിയുമ്പോൾ ഇനിയും ഒന്നും മിണ്ടാതെ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒരൊറ്റ മുന്നറിയിപ്പ് തരാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നേ. പഠിക്കലെത്തിയിട്ടുണ്ട്. ഈ ഒരു 4-5 വർഷ കാലയളവ് കൊണ്ട് ഇത്രയും മാരകമായ മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും ഇത്രയും സുലഭമായി എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പടി കടന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവാം. എത്തിയിട്ട് കൈകാലിട്ട് അടിച്ച് കരയുന്നതിനേക്കാളും നല്ലത് എത്താതിരിക്കാൻ വേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് 2 കാര്യമേ പറയാനുള്ളൂ. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയ്ക്ക് ഉമ്മ കൊടുക്കലും, വീട്ടിൽ നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടി ചേരുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സന്തോഷം, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഒരു സന്തോഷം എന്തൊക്കെയാണെന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ലഹരി കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത്. 2, ഒരിക്കൽ കൂടി പറയുന്നു, എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക ലഹരിക്കെതിരെ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അത് നിയമം കയ്യിലെടുക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ, നാട്ടിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കുമ്പോൾ, സ്കൂളിൽ ലഹരിവിരുദ്ധ ക്ലബ്ബ് രൂപീകരിക്കുമ്പോൾ ഒക്കെ ഇതൊക്കെ വേണ്ടത് എൻ്റെ ആവശ്യമാണ്, എൻ്റെ അനിയന്മാരുടെയും അനിയത്തിമാരുടെയൊക്കെ ആവശ്യമാണെന്നൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ, നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായാൽ മാത്രം മതി. അവിടെ ഒരു ഉറപ്പ് ഞാൻ തരുന്നു, ലഹരിക്കെതിരെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ കുറച്ച് എക്സൈസുകാരുണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് തരാൻ പറ്റും. ആ ഒരു ഉറപ്പ് ഇവിടെ വെച്ച് നൽകിക്കൊണ്ട് തന്നെ ഇത്രയും നേരം എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു പ്രോഗ്രാമിന് ക്ഷണിച്ചതിന് MGMൻ്റെ തിരങ്ങാടി സോൺ ഇതിൻ്റെ സംഘാടകർക്കൊക്കെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും വിമുക്തി മിഷൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.